രണ്ടുപേരെ പാവപ്പെട്ട രണ്ടുപേരെ ഒരു കരിങ്കൊടി കാണിച്ചെന്നുള്ള പേരിൽ തല്ലി തീർത്ത് അതും ഭീകരമായിട്ട് തല്ലിത്തീർത്ത രംഗം. സമരം ചെയ്യുന്നവരെ മുഴുവൻ തല്ലിക്കൊല്ലാനുള്ള ഒരു ഏർപ്പാടുമായിട്ട് ഏതെങ്കിലും പോലീസുകാരൻ ഇറങ്ങിയാൽ ആ പോലീസുകാരന് നിയമത്തിന്റെ പരിധി കൊണ്ടുവരണമെന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അല്ലാതെ സംസ്ഥാന സർക്കാർ അത് ഗൌരവതരമായിട്ട് ആ കാര്യം കണക്കിലെടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ ഏറ്റവും ആദ്യം എടുത്ത നടപടിയിലൊന്നും അതായിരുന്നു. കാരണം അത്രയേറെ മൃഗീയമായ ആക്രമണമായിരുന്നു ആ രണ്ട് കുട്ടികൾക്കെതിരായി നടത്തിയത്. മനസ്സിലായില്ലേ? അത് കേരളം മരവിച്ചു നിന്നുപോയ നിമിഷമായിരുന്നു. ആ ഒരു രംഗം ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ വന്നിട്ട് രണ്ടുപേരെ പാവപ്പെട്ട രണ്ടുപേരെ ഒരു കരിങ്കൊടി കാണിച്ചെന്നുള്ള പേരിൽ തല്ലി തീർത്ത് അതും ഭീകരമായിട്ട് തല്ലിത്തീർത്ത രംഗം. അപ്പൊ അതിനകത്ത് ഞങ്ങൾ അന്നു മുതലൊരു കാര്യം പറയുന്നു. ഈ കാര്യത്തിൽ ഈ ഇത്രയും ഭീകരമായ ആക്രമണം നടത്തുന്ന പോലീസുകാരായാലും സമരങ്ങൾ ഉണ്ടാവും, സമരങ്ങൾ നേരിടാൻ പോലീസിന് രീതിയുണ്ട്, അതിനൊന്നും ഞങ്ങൾക്ക് എതിരില്ല. പക്ഷെ ഈ രീതിയിൽ സമരം ചെയ്യുന്നവരെ മുഴുവൻ തല്ലിക്കൊല്ലാനുള്ള ഒരു ഏർപ്പാടുമായിട്ട് ഏതെങ്കിലും പോലീസുകാരൻ ഇറങ്ങിയാൽ ആ പോലീസുകാരന് നിയമത്തിന്റെ പരിധി കൊണ്ടുവരണമെന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഞങ്ങൾ മുമ്പെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും ഗവൺമെന്റും നടപടി എടുത്തിരിക്കുന്നത്. അത് കേരള സർക്കാർ എടുത്ത നിലപാടിനെ ഞങ്ങളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്താണ്. അത് പൂർണ്ണമായും ആ നിലപാട് പൂർണ്ണമായിട്ടും തന്നെ അവർ നടത്തും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആരാണോ കുറ്റം ചെയ്തത് അവർ നിയമത്തിന്റെ പരിധി കൊണ്ടുവരും. അപ്പൊ അത് ഉണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഓക്കെ, വേറൊന്നുമില്ലല്ലോ. അയോധ്യ കൊള്ളക്ക് വിശേഷമില്ലല്ലേ? ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ? അത് റിപ്പോർട്ട് കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോ സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് താല്പര്യമില്ലല്ലേ? സുപ്രീം കോടതി വളരെ ഗൌരവതരമായ കാര്യമാണ്. സുപ്രീം കോടതി തൽസ്ഥിതി അവിടെ സോളിസിറ്റർ ജനറലിന്റെ പിന്നെ വാദം ഞാൻ കേട്ടു. അതായത് അത് നിയമപരമായിട്ടുള്ള റിപ്പോർട്ടായിട്ട് മാറ്റരുതെന്ന്, ഫോമലായിട്ടുള്ള റിപ്പോർട്ട് ചോദിക്കലായിട്ട് മാറ്റരുതെന്ന്, അങ്ങനെയാണ് പത്രങ്ങളിൽ കണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, പിന്നെ കണ്ണൂർ വെച്ച് പറഞ്ഞു. RSSന്റെ ഇന്ത്യയിലത്തെ മൊത്തം പ്രാന്തപ്രചാരകരക്കത്തിന്റെ മീറ്റിംഗ് അവിടെ കൂടിയിട്ട് ബാംഗ്ലൂരിൽ വെച്ച് അവർ പറഞ്ഞത് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നതാണ്. ഈ കൊള്ള നടത്തിയതിന് മുഴുവൻ ഉത്തരവാദിത്വം RSSനാണ്, വിശ്വ ഹിന്ദു പരിഷത്തിനാണ്. കൊള്ള നടത്തിയവർ തന്നെ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ ഈ കുറ്റം? ഈ നാട്ടിലെ വിശ്വാസികളെ മനസ്സിനെ വേദനിപ്പിച്ച് അയോധ്യ പോലെയുള്ള പരിപാവനമായ ക്ഷേത്രത്തെ കൊള്ളക്ക് വേണ്ടിയിട്ടുള്ള സങ്കേതമാക്കി മാറ്റിയതാണ് RSSും VHPയും. അതിന് മുഴുവൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവരാണ് കേന്ദ്ര സർക്കാർ, മോഡിയും അമിത്ഷായും. അവര് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് വിശ്വാസികൾക്ക് മറുപടി കൊടുത്തേ മതിയാവൂ. അത് വളരെ അപക്വമായി പോയി. ഉപരാഷ്ട്രപതിയുടെ ആ പ്രസംഗം വളരെ അപക്വമായി പോയി. ഉപരാഷ്ട്രപതിയെ പോലുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാള് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന അനുചിതമാണ്, അപക്വമാണ്. സത്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇടപെടുന്ന പോലെ തോന്നിയിരിക്കുകയാണ്. ഒഴിവാക്കേണ്ടതായിരുന്നു. സുരേഷ് ഗോപി പിന്നെ പറയുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. സുരേഷ് ഗോപി ഒരു മന്ത്രി, രാഷ്ട്രീയ പ്രവർത്തകൻ. ഉപരാഷ്ട്രപതി, രാജ്യസഭാ ചെയർമാൻ ഇത്തരം ഒരു കമന്റ് പറഞ്ഞത് അങ്ങേയറ്റം അപലപനീയമാണ്, സംശയമില്ല. അയ്യോ, രാഹുൽ ഗാന്ധിയുടെ മീറ്റിംഗിലാണ് ഞാൻ പോകുന്നത് കുറച്ചു കഴിഞ്ഞാൽ.